ആദ്യം പാനിൽ എണ്ണ ചൂടാക്കുക. എണ്ണ ഒരു ചൂടായിരുന്നുണ്ടേ കുറച്ച് അജ്വായനും പിന്നെ കുറച്ച് ജീരകവും ഇടണം. അജ്വായൻ, പിന്നെ ജീരകം. തീ കുറച്ച് വെച്ച ശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, ഗ്രീൻ ബീൻസ്, പച്ചമുളക്, തക്കാളി, കുറച്ച് നേരം ഫ്രൈ ചെയ്യാം. തീ സ്വല്പം കൂട്ടുക. ഒരു നുണ്ട് ഉപ്പ്, സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരുപാടങ്ങ് വഴറ്റണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. കുറച്ച് മല്ലിപ്പൊടി, ഒരുപാട് സ്പൈസി ആവണ്ട, കൊച്ചു കുട്ടികൾക്കും കഴിക്കാൻ വേണ്ടി അധികം സ്പൈസി ആവാതെ. സ്വല്പം കുരുമുളക് പൊടി ഇടാം. കുറച്ച് കശ്മീരി ചില്ലി പൗഡർ, നല്ല കളർ വരും, പക്ഷേ എരി ഉണ്ടാവില്ല. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. തീ കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ് നല്ലത്. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല. ഇപ്പോഴാണ് അതിൻ്റെ സ്മെല്ല്, നല്ല സ്മെല്ലും കൊണ്ട് മുകളിലോട്ട് കയറുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പനീർ, അതോടൊപ്പം കുറച്ച് കശുവണ്ടി പരിപ്പ്, അതോടുകൂടി ഒരു ഉരുളക്കിഴങ്ങ്,
പനീർ അരിഞ്ഞ് അതേ സൈസ് അരിഞ്ഞത് ഇതൊന്ന് മിക്സ് ചെയ്യാം. മസാല എല്ലായിടത്തും ഏകദേശം ഒരേപോലെ പുരണ്ട് കഴിയുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എന്തൊഴിക്കും? ഇനി ഒഴിക്കണ്ടേ? എന്ത് വേണ്ട? ഇത് വേണമെങ്കിൽ എന്താ വേണം? വേണമെങ്കിൽ എന്താ വേണ്ട അച്ഛൻ പറഞ്ഞേ? വെള്ളം ഒഴിക്കണം. നമുക്ക് നല്ല വെള്ളം കുറച്ചിട്ടുണ്ടോന്ന് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് ആ പനീറിൻ്റെ പച്ച ഒന്ന് മാറണം, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവണം. എന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഇത് റെസിപ്പി ബുക്ക് വായിച്ച് പഠിച്ച സംഭവമൊന്നുമല്ല, എൻ്റെ മനോധർമ്മം പോലെ ഉണ്ടാക്കുന്ന കറിയാണ്. ആരും പറഞ്ഞു തന്നൊന്നുമല്ല, അപ്പോൾ തോന്നുന്ന മണമനുസരിച്ച് തന്നെ മസാലയും. അപ്പോൾ കാരണം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആ പച്ച രുചിയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് അടച്ച് വെക്കും. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇത്രയും ഒഴിച്ച വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കഴിയുന്നതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മുടെ പരുവത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ തീ കൂട്ടി വെച്ചു, ഫ്ലെയിം കൂട്ടി വെച്ചു. ഇത് തിളയ്ക്കുന്നവരെ നമുക്ക് നോക്കിയിരിക്കാം. തിളച്ച് കഴിയുമ്പോൾ ഇത് അടപ്പ് കൊണ്ട് അടച്ച് തിളച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ അടപ്പ് കൊണ്ട് അടയ്ക്കാം. ഇനി മറ്റൊന്നും ചെയ്യാനില്ല, തീ കുറച്ച് വെക്കുക. ആ ഉരുളക്കിഴങ്ങ് വേവുന്നതാണ് എൻ്റെ പരുവം. ഉരുളക്കിഴങ്ങ് വേവുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും തീ കൂട്ടി നമ്മുടെ ആവശ്യത്തിനുള്ള ചാറാകുന്നത് വരെ ചെയ്യാം. ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാം. ഡ്രൈ ആയിട്ടാകുമ്പോൾ വെള്ളം മുഴുവൻ പറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ അങ്ങനെ ഇളക്കി കൊണ്ടിട്ട് അതിൻ്റെ മുകളിൽ തന്നെ സ്പൈസി ആയിട്ട് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് എടുക്കാം. അതിൻ്റെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ചാറനുസരിച്ച്. അപ്പോൾ അതല്ല ഇത്രയും വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഉടനെ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു 2 സ്പൂൺ വെള്ളത്തിനകത്തിൽ ഒരു 1/2 സ്പൂൺ കോൺഫ്ലോർ നല്ലോണം കലക്കി ഇതിനകത്ത് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ചാറങ്ങ് കുറുകും. അതല്ല നമുക്ക് നല്ലോണം വെയിറ്റ് ചെയ്ത് സ്ലോ ഹീറ്റിൽ വേവുന്നതാണ് എപ്പോഴും ടേസ്റ്റ് വരുന്നത്. ലോ ഹീറ്റിൽ പതുക്കെ ഇരുന്ന് വേവുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ അത് ഇരുന്ന് ആ ലോ ഫ്ലെയിമിൽ പതുക്കെ വെന്ത് വരുമ്പോഴാണ് ടേസ്റ്റ്. ഓക്കെ, ഒരാളിപ്പോഴേ മണം പിടിച്ചു തുടങ്ങി. മണമൊക്കെ പിടിച്ച് വായിക്കൂടെ വെള്ളമൊക്കെ നിറഞ്ഞ് അല്ലേ? അതിങ്ങനെ ഓക്കെ. അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്യുക. അത് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇനി ഒരു 5 മിനിറ്റ് എടുക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ റെഡിയാണ്. നിങ്ങളുടെ ആ ചാറിൻ്റെ കൺസിസ്റ്റൻസി മാത്രം നോക്കിയാൽ മതി. ആ ടേസ്റ്റ് ആവശ്യത്തിന് വരും, അതനുസരിച്ച് പിന്നെ ചാറ് കുറുകണോ വേണ്ട എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതാണ്. അപ്പം അങ്ങനെ ലോ ഹീറ്റോട്ട് വേവട്ടെ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാൽ മതി.